മുനമ്പം സമരപ്പന്തലിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ തേടുകയായിരുന്നു. അപ്പോൾ ഞങ്ങളാകെ കണ്ട ഒരു രാഷ്ട്രീയക്കാരൻ നിങ്ങൾ മാത്രമാണ്. BJPയുടെ സംസ്ഥാന സമിതി അംഗമാണ്. എന്താ പേര്? ES പുരുഷോത്തമൻ. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോഴെന്താ BJPക്ക് പെട്ടെന്നൊരു തോന്നൽ വന്നിരിക്കുന്നത്? ഇപ്പോഴല്ല BJPക്ക് തോന്നൽ വന്നത്, ഈ നാട്ടിലെ ജനങ്ങളുടെ റവന്യൂ അവകാശം എല്ലാം മരവിപ്പിച്ചപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശമാണ് ഈ നാട്ടിലെ ജനങ്ങളെ ഞങ്ങൾ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കണ്ടത്. ആ നാട്ടിൽ നമ്മളെ സഹോദരന്മാരാണ്, നമ്മളുടെ കൂടപ്പിറപ്പുകളാണ്. അവർക്കൊരു വിഷയം വന്നപ്പോൾ, അവരൊരു പ്രതിസന്ധി വന്നപ്പോൾ അവരെ സഹായിക്കാനാണ്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഇവരെ തള്ളിക്കളഞ്ഞപ്പോൾ അവരെ സഹായിക്കാനാണ് BJP വന്നത്. ഇവിടെ 610 കുടുംബങ്ങളെ സഹായിക്കുന്നതിലൂടെ അതിനൊരു സഭയ്ക്ക് ഗുണം കിട്ടുകയും ലാറ്റിൻ സഭയുടെ വോട്ട് ബാങ്ക് നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണോ നിങ്ങൾ? BJP ഒരിക്കലും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടല്ല BJP വന്നത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണെന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഞങ്ങൾ വന്നത്. കാരണം ഒരു പൊതുപ്രവർത്തകർ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യേണ്ട കടമ എന്നുള്ളത് ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ ഒരു 610 കുടുംബങ്ങൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ അവർ സഹായിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലും പൊതുപ്രവർത്തകർ എന്ന നിലയിലും BJPയുടെ കടമയാണ് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ വന്നത്. ബില്ല് വന്ന് പാസ്സായിട്ടും ഇവരിവിടെ ഈ പന്തലിൽ എന്തുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ള ചോദ്യം. നിയമപരമായിട്ട് ഇവർക്ക് എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാൻ ഈ ഭേദഗതിയിലൂടെ സാധിക്കും. ഇനി ഈ റവന്യൂ അവകാശങ്ങൾ എടുത്തു കളഞ്ഞ ഇടതുപക്ഷ സർക്കാർ അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് നേരിടാം. അതിന് കാലതാമസം പിടിക്കും. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് മരവിപ്പിച്ച കരമടച്ച് രസീത് കൊടുത്തുകൊണ്ടിരുന്നത് പുനരാരംഭിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഇത് പ്രാവർത്തികമാകും. തീർച്ചയായിട്ടും അത് പ്രാവർത്തികം. ഈ ബില്ല് ഇപ്പം നിയമപരമായിട്ട് പ്രാവർത്തികമായി. ഇനി അത് ഇവിടുത്തെ സർക്കാർ ആ റവന്യൂ കരം കുടിശ്ശിക മുടയും കിടക്കുന്നുണ്ട്, ആ കരം കുടിശ്ശിക സ്വീകരിച്ച് കഴിഞ്ഞാൽ ആ വിഷയം തീർന്നു. ഇപ്പോൾ 15-ാം തീയതി കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ഈ ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കിയ മന്ത്രി കിരൺ റിജു ഇവിടെ നേരിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇനി എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതോട് പരിഹരിക്കാൻ സാധിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹൈബീഡനും അതുപോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ആൾ ഇവിടെ വന്ന് പറഞ്ഞു, യോപ്പ് വിചാരിച്ചാലും ഈ പ്രശ്നം തീരത്തില്ല, സാക്ഷാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുകയും അദ്ദേഹം വിചാരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം തീരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എല്ലാം വോട്ട് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്തിട്ട് ഇവർക്കത് കിട്ടിയില്ല, അന്ന് ചതിയായിരുന്നു എന്ന് തോന്നിയോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്ഥാനാർത്ഥി സംഗമം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ടായി. CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് പകരം MLA ആണ് പങ്കെടുത്തത്. അതോടൊപ്പം ഈ ഹൈബീഡനും പങ്കെടുത്തിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ KS രാജനും പങ്കെടുത്തിരുന്നു. BJP വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ BJP ഉണ്ടാവും. നിങ്ങൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും BJP നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആ വാക്ക് പാലിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബീഡനായാലും ഉണ്ണികൃഷ്ണനായാലും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുകയും ഐക്യകണ്ഠേന പ്രമേയം ഇവർക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന ഭേദഗതി ബില്ലിനെതിരായിട്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കി. ഈ കേരളത്തിലെ ഈ ചില സംഘടിത ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി മാത്രം ഈ നാട്ടിലെ ജനങ്ങളെ ഒറ്റുകൊടുക്കുന്നൊരു പരിപാടിയായിരുന്നു കേരള നിയമസഭയിൽ ഈ ഭേദഗതി ബില്ലിനെതിരായിട്ട് ഐക്യകണ്ഠേന പ്രമേയം പാസ്സാകും. ആര് വിചാരിച്ചാലും ഇറക്കിവിടാൻ സാധിക്കില്ല. കാരണം ഈ നാട്ടിലെ ജനങ്ങൾ അത്രയും ശക്തമായിട്ട് പ്രതിരോധിക്കും. ഈ പൊതുസമൂഹം അവരോടൊപ്പം ഉണ്ടാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഭൂമി ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ചില ആളുകളുടെ ശ്രമങ്ങളാണെന്നത്. അതിനുവേണ്ടിയുള്ള ഈ പിന്തുണ കൊടുക്കൽ, രണ്ട് മുന്നണികളും അതിനുവേണ്ടിയുള്ള പിന്തുണ കൊടുക്കലാണ് ഇവിടെ ചെയ്തത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെ വന്ന് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമുള്ളൂ. പക്ഷേ ഈ ആളുകൾ തന്നെ വഖഫ് ബോർഡിന് വേണ്ടി ശബ്ദിക്കുകയാണ്. രണ്ടു കൂട്ടരും വഖഫ് ബോർഡിന് അനുകൂലമായിട്ടുള്ള പ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കി. ഇവർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ബില്ലിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കിയത് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ചതിയാണ്. ആ ചതി ചെയ്തിട്ടും ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് രണ്ട് മുന്നണികളും നടത്തിയത്. അപ്പോൾ അവർ ചെയ്യുമ്പോഴും ഒരു പക്ഷത്തിൻ്റെ വോട്ടിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതും മറ്റൊരു പക്ഷത്തിൻ്റെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം ഇത് ബില്ലിന് വേണ്ടി? ഞങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ എവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കേരള നിയമസഭയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയിട്ടുള്ള സംഭവങ്ങളൊന്ന് ഒന്ന് എടുത്തു നോക്ക്. പാലസ്തീന് വേണ്ടി ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയ ആളുകളാണ് ഇവർ. അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി ഐക്യകണ്ഠേന
പ്രമേയം പാസ്സാക്കിയിട്ടുള്ള ആളുകളാണ് അവർ. ഈ വഖഫ് ബോർഡിന് വേണ്ടി അയക്കേണ്ടതിന് പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് ഇതെല്ലാം ഒറ്റ കാറ്റഗറിയിൽപ്പെട്ട പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രം പ്രമേയം പാസ്സാക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ പോലും തയ്യാറാണല്ലോ. കേന്ദ്രം ഈ പ്രശ്നം എടുക്കുമ്പോൾ ഈ വഖഫ് ബോർഡിലേക്ക് അന്യമതസ്ഥരായ രണ്ടുപേരെ കൂടെ വെക്കുന്നു എന്ന് പറയുന്നത് അത് ശരിയായിട്ടും ഒരു നീതിക്ക് തിരക്കുന്നൊരു കാര്യമാണോ? നീതിക്ക് നിരക്കാത്തത് എന്തായിട്ടാണുള്ളത്? കാരണം വഖഫ് ബോർഡിൽ 2 പേരെ ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് വേറൊരു അപാകത അതിനകത്ത് കാണേണ്ട ആവശ്യമില്ല. കാരണം വഖഫ് ബോർഡിനെതിരായിട്ടുള്ളതല്ല, സാധാരണ ജനങ്ങൾക്കെതിരായിട്ട് വഖഫ് ബോർഡ് കാണിക്കുന്ന നിയമങ്ങൾക്കെതിരായിട്ടാണ്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുന്നതല്ലേ? ഇതിനകത്ത് ആരെങ്കിലും ബലിയാടാകാതിരിക്കേണ്ട ആവശ്യം കൂടി കണക്കാക്കിയിട്ടാണോ നിങ്ങൾ വേറെ 2 പേരെ കൂടെ അതിനകത്തിൽ വെക്കണം ഉദ്ദേശിക്കുന്നത്? വഖഫ് ബോർഡിന് ഇരയായി ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ള രീതിയിലാണോ ഇതിനെ? കാരണം നമുക്കറിയാം, ഇന്ന് ഈ മുനമ്പം സമരം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ വഖഫ് ബില്ലിനെതിരായിട്ട് ഇങ്ങനെ ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവരാൻ BJP ശ്രമിച്ചാൽ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളൊരു ഭേദഗതി ബില്ലാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടാണ് BJP കൊണ്ടുവരുന്നതാണെന്നുള്ള രീതിയിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധമായിട്ട് BJP ചിത്രീകരിക്കാൻ കാരണമാകുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവിടെ വരുന്നത് ക്രൈസ്തവ സമൂഹത്തിലെ ഭൂരിപക്ഷ ആളുകളും ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. ആ ആളുകളെ കുടിയിറക്കാൻ വേണ്ടി വന്നപ്പോൾ പോലും ഇവിടുത്തെ ആളുകൾ ആ ഒരു സമുദായത്തിനെ കാണാൻ ശ്രമിക്കണില്ല, അല്ലെങ്കിൽ ആ നാട്ടുകാരെ കാണാൻ ശ്രമിക്കണില്ല. അവർക്ക് അപ്പോഴും ഒരു 30% വോട്ട് ബാങ്കിൻ്റെ കോൺഗ്രസ് നേതൃത്വം. ആ കോൺഗ്രസ് തന്നെയാണ് ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടുന്ന് കൂടി ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയാണ്. കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ബില്ല് പാസ്സാവില്ലായിരുന്നു, ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരാനായിട്ട് ആരും ഉണ്ടാവില്ലായിരുന്നു. സംസ്ഥാനത്തിന് അത് പരിഹരിക്കാൻ അവസരം കൊടുക്കാതെ നിങ്ങൾ കയറി ഇടപെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ? ഈ സംസ്ഥാനത്തിന് ഇതിനകത്ത് ഈ ആദ്യം തന്നെ ഇത് റവന്യൂ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഒരന്വേഷണം പോലും വെക്കാതെ ഇവർ മരവിപ്പിച്ച്. അതിനുശേഷം ഇവിടെ സമരവും പ്രക്ഷോഭമൊക്കെ വന്നതിന് ശേഷമാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ വെച്ചത്. ഈ കമ്മീഷൻ വെക്കേണ്ട ആദ്യം വരുന്ന അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷമാണ് ഇത് മരവിപ്പിക്കേണ്ടത്. മരവിപ്പിച്ചതിന് ശേഷം ഇവിടെ പ്രക്ഷോഭം വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രക്ഷോഭത്തിന് വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണ് കമ്മീഷൻ വെച്ചത്. ആ കമ്മീഷൻ യാതൊരുവിധ പ്രസക്തിയില്ലാന്ന് ഹൈക്കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചതാണ്. ഈ മുനമ്പം പോലെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നീറുന്നവധി പ്രശ്നങ്ങളുള്ളപ്പോൾ ഈ മുനമ്പം എന്ന പ്രശ്നത്തിലേക്ക് ഒരു കേന്ദ്രമന്ത്രി നേരിട്ടെത്തി അവരുടെ പ്രശ്നത്തിന് പരിഹാരം ചോദിക്കുന്നത്, ഈ വഖഫ് എന്ന പ്രശ്നം തന്നെ ഇന്ത്യ മഹാരാജ്യത്തൊരു വലിയ പ്രശ്നമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സുപ്രീം കോടതിയും പാർലമെൻറ്റും ഒക്കെ ഇരിക്കുന്നത് നാളെ വഖഫ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ വഖഫിൻ്റെതായി മാറാം എന്നുള്ള സാഹചര്യത്തിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്ത്യയിലെ 3ാമത്തെ പ്രോപ്പർട്ടി ഓണറായി വഖഫ് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണക്കാരൻ്റെ ഏത് ഭൂമിയും ഈ 95 അമെൻമെൻറ്റ് വെച്ച് ഏത് ഭൂമി അവർക്ക് സ്വന്തമാക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ അല്ലെങ്കിൽ അവർ നേടിയെടുത്ത ഒരു അവകാശമല്ലേ, അവകാശത്തെ അവർ നിഷേധിക്കാൻ പറ്റുമോ? നേടിയെടുത്ത അവകാശമല്ല, ഒരു പ്രത്യേക സമുദായത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ഒരവകാശമാണ്. ആ സമുദായത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇതായി. അല്ലാണ്ട് ഇന്ത്യൻ ഭരണഘടനയിലൊന്നും ഈ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. 95 നരസിംഹറാവു ചെയ്ത ഒരു അമെൻമെൻറ്റിലൂടെയാണ് ഈ വഖഫ് ബോർഡിന് ഈ അവകാശങ്ങൾ കിട്ടിയത്. BJP എന്ന് പറയുന്നത് ഒരു ഇന്ത്യ ഭരിക്കുന്ന ഒരു കക്ഷിയാണ്, അവർക്ക് മുസ്ലിം വോട്ടുകൾ വേണ്ടേ? BJP ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെ ഒന്നായി കാണുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 19 രാജ്യങ്ങളിൽ അതിനകത്തൊരു 10ലധികം ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് നരേന്ദ്രമോദിക്ക് അവരുടെ രാഷ്ട്രത്തിന് ഏറ്റവും വലിയ പരമോന്നത ബഹുമതികൾ കൊടുത്ത് ആദരിച്ചത്. മക്കയും മദീനയൊക്കെ ഉൾപ്പെടുന്ന സൗദി അറേബ്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ ഈ നരേന്ദ്രമോദിക്ക് അവരുടെ രാജ്യത്തിന് ഏറ്റവും വലിയ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ചത്. കാരണം ഈ ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസങ്ങളും സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ. മുഴുവൻ ജീവജാലങ്ങളും സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരു സംസ്കാരമാണുള്ളത്. ലോകസംസ്ഥ സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നൊരു സംസ്കാരമാണ് ഭാരതത്തിൻ്റേതായിട്ടുള്ളത്. തെറ്റാണെന്ന് പറയാനായിട്ട്, മുഖം നോക്കാതെ പറയാനായിട്ട്, അല്ലെങ്കിൽ ആരെയും പ്രീണിപ്പിക്കാതെ എല്ലാവരെയും തുല്യമായിട്ട് കാണുന്ന ഒരു സംവിധാനമാണ് ഈ BJP പിന്തുടരുന്ന സംസ്കാരമാണ്. BJP പിന്തുടരുന്ന ശൈലി അതാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെ ഒരുപാട് കാലം
ഈ ലോകം ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP, തെറ്റിദ്ധരിക്കപ്പെട്ട നേതാവാണ് നരേന്ദ്രമോദി. പക്ഷേ ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന നേതാവായി നരേന്ദ്രമോദി മാറി. ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറി. അത് അതിനൊരു സത്യത്തിൻ്റെ പാത തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അതിൻ്റെ ഈ പ്രവർത്തനം മുഴുവൻ ധർമ്മത്തിൽ അധിഷ്ഠിതമായതുകൊണ്ടാണ്. അല്ലാതെ ബാക്കിയുള്ള പ്രവൃത്തിയിലൂടെ ഈ തെറ്റിദ്ധാരണകൾക്കൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ ഈ ഭാരതം ആസകലം കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള ഈ കാശ്മീർ വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഗ്രാമാന്തരങ്ങളിൽ വേരുള്ളൊരു പ്രസ്ഥാനമായി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായി BJP മാറിക്കഴിഞ്ഞു. ഏതായാലും ഈ 15-ാം തീയതി അദ്ദേഹം എത്തുന്നതോടുകൂടി ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകും എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ മന്ത്രി എന്ന നിലയിൽ മന്ത്രിതലത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എന്നിട്ടും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരായിട്ടാണ് വീണ്ടും മുന്നോട്ട് പോകണമെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ സമരസമിതിയും നാട്ടിലെ ജനങ്ങളും ഒക്കെ സഹകരിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാനാണ് സാധിക്കും. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് ഇടം കൊടുത്തത് LDFും UDFുമാണ്. അതുപോലെ ഈ രാഷ്ട്രീയ മുതലെടുപ്പിനെ ഈ ജനങ്ങളെ ഇട്ടുകൊടുത്തത് ഈ മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് BJPക്കാർക്ക് ഒരിക്കലും കടന്നു വരാൻ കഴിയാത്തൊരു പ്രദേശത്തേക്ക് BJPക്കാർക്കും അവരുടെ മന്ത്രിമാർക്കും അവരുടെ പ്രവർത്തകർക്കുമൊക്കെ യഥേഷ്ടം കടന്നു വന്ന് അവരുടെ വീടുകളിൽ കയറി ഇരിക്കാൻ കിട്ടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് നിങ്ങൾ പോകുന്നത്. അതിന് നിങ്ങൾ ആരെയും പഠിച്ചിട്ട് കഥയില്ല. നിങ്ങൾ ആരെ ഇവിടെ വരുത്തരുതെന്ന് ആഗ്രഹിക്കുന്നു ആ ആൾക്കാരെ വരുത്താൻ നിങ്ങൾ പരവതാനി വിരിക്കുന്ന ഒരു നടപടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.